KPCC അധ്യക്ഷൻ തൻ്റെ പരാജയം സ്വയം സമ്മതിച്ച അധ്യക്ഷനല്ലേ? ഞാൻ വേലി കെട്ടി തോറ്റുപോയി, ഞാൻ കടന്നു വീഴ്ചു തോറ്റുപോയി, ഞാൻ കമ്പി വേലി കെട്ടി തോറ്റുപോയി, ഞാൻ മതിൽ കെട്ടി തോറ്റുപോയി, എന്നെക്കൊണ്ട് സാധിക്കാത്തതാണോ എന്നല്ലേ അദ്ദേഹം. അപ്പോൾ അദ്ദേഹം തോറ്റതായി KPCC പ്രസിഡന്റ് സമ്മതിച്ചാൽ അടുത്തെന്താ പറയേണ്ടത് ഞാൻ അന്നേരം ആലോചിക്കാം. ഈ ബിഷപ്പുമാർ പറയുന്നു. ബിഷപ്പുമാരോട് എനിക്ക് വളരെ ബഹുമാനമാണ്. അവർ ഏറ്റവും സൗമ്യമായ ഭാഷയിൽ സംസാരിക്കുന്നവരാണ്, ആശ്വസിപ്പിക്കുന്ന ആൾക്കാരാണ്, അതിനുവേണ്ടി പ്രത്യേകമായി പരിശീലനം ലഭിച്ച സിദ്ധിയുള്ള ആളുകളാണെന്നൊക്കെയാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. ചില ഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെയാണോ എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അങ്ങനെ തോന്നിക്കുന്നത് അവർക്കാണ് ദോഷം. അതായത് റെമിജിയോ സിഞ്ചനാനിയനെ പോലെയുള്ളവർ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്ന നിലപാടാണോ താങ്കൾക്കുള്ളത്? സൂക്ഷിച്ച് എന്ന വാക്ക് ഞാനും ഉപയോഗിക്കില്ല. നല്ല വാക്കുകൾ പറയുന്നതല്ലേ നല്ലത് എന്ന് ഞാൻ പറയും. അത് താങ്കളെക്കുറിച്ച് പറഞ്ഞത് നല്ല വാക്കല്ല എന്ന് താങ്കൾ കരുതുന്നു? ആരെക്കുറിച്ചായാലും നല്ല വാക്കുകൾ പറയുന്നതാണ് തെറ്റ് തിരുത്താനും നല്ലത്. അല്ല, താങ്കൾ പരാജയപ്പെട്ടു എന്ന് പറയാൻ അവർക്ക് അവകാശമുണ്ടല്ലോ. അല്ലാതെ എന്നെ ഒരു മന്ത്രിയെ വിലയിരുത്താൻ എല്ലാ പൗരന്മാർക്കും അവകാശമുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അഭിപ്രായ പ്രകടനം നടത്തും. പക്ഷേ സാധാരണ പൗരന്മാരിലെ കൂട്ടത്തിൽ ഞാൻ ഈ ബഹുമാന്യരായ മതമേലധ്യക്ഷന്മാരെ പെടുത്തുന്നില്ല. അവർക്ക് അത് കുറച്ചും കൂടി ഉപരിയായ ഒരു സമീപനം സ്വീകരിക്കുന്നവരാണെന്നാണ് ഞാൻ പഠിച്ചു വച്ചിട്ടുള്ളത്. അത് ആ പഠിച്ചു വച്ചത് തെറ്റിപ്പോകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. രാജിവെക്കുക എന്ന ആവശ്യം പ്രശ്നപരിഹാരമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അതായത് ബിഷപ്പ് ഉയർത്തിയത് ഒരു രാഷ്ട്രീയ ആവശ്യമാണ്. അങ്ങനെ ആയിപ്പോയോ എന്നൊരു സംശയം എനിക്കുണ്ട്. നമ്മൾ രാജി ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രി രാജിവെച്ചാൽ എൻ്റെ ഈ വകുപ്പ് പോട്ടെ, രാജിവെച്ചാൽ ഉയർന്നു വന്ന പ്രശ്നം തീർന്നോ? രാജി പ്രശ്നപരിഹാരമല്ല. രാജിവെക്കുക എന്നത് ഞങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ ആവശ്യം ഉന്നയിക്കുന്നവരാണ്. ആ രാഷ്ട്രീയ ആവശ്യത്തിന് അംഗീകരിക്കേണ്ടതുള്ളതില്ല. എന്താണ് ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്, ഇതിൻ്റെ ശാശ്വത പരിഹാരം എന്താ? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.